സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 3 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു വിവരങ്ങളുമായി. രാജേഷ്, ഏതായാലും ഇന്ന് 3 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, മഴ ശക്തമാകാൻ സാധ്യതയുള്ള വടക്കൻ ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെ മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് തുടരുമെന്നും ഇപ്പോൾ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. എന്നാലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്തുള്ള മത്സ്യബന്ധന വിലക്ക് അത് തുടരുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് 40 ഡിഗ്രി കിലോമീറ്ററിലധികം കാറ്റ് വീശാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മത്സ്യബന്ധന വിലക്ക് അത് തുടരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ചൊവ്വാഴ്ച വരെ ഈ ജില്ലകളിൽ മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ദീപ്തി, ശരി, എന്തായാലും സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന മുന്നറിയിപ്പാണുള്ളത്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലെ ടെക്സസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ അധികൃതരുമായി നടത്തിയ ധാരണകൾ ലംഘിച്ച് കോറോ ഹെൽത്ത് നാളെ തൊഴിൽ വകുപ്പ് സെക്രട്ടറി വിളിച്ച യോഗത്തിന് എത്തില്ലെന്നും കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. കേരളത്തിലെ കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിലെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് കമ്പനിയുടേത്. കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോറോ ഹെൽത്ത്. 800ഓളം തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജീവനക്കാരിൽ ചിലർക്ക് 2 മാസത്തേക്കും ചിലരെ 2 മാസത്തേക്ക് ശമ്പളം നഷ്ടപരിഹാരമായി കമ്പനി നിക്ഷേപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡ് അടിസ്ഥാനമാക്കിയാണ് പിരിച്ചുവിടൽ എന്നതാണ് കമ്പനിയുടെ വാദം. അതേസമയം പുതിയ ലേബർ കോഡ് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്.